പശ്ചിമേഷ്യയിൽ സ്ഥിതി അശാന്തമായി തുടരുകയാണ്. യുദ്ധസമാന സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ കൂടുതൽ സൈനിക വിന്യാസം ഉണ്ടാകുമ്പോൾ ട്രംപ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടുകൾ, ഇറാൻ പ്രതികരിച്ചിരിക്കുന്ന ഒരു ഫോൺ കോൾ അകലെ സമാധാനം എന്ന് പറയുമ്പോൾ പോലും അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ, ഇസ്രായേലിൻ്റെ തിരിച്ചടിയൊക്കെയും നമുക്ക് നൽകുന്ന സൂചനകൾ മറ്റൊന്നാണ്. നമുക്ക് ഈ സ്ഥിതി വിലയിരുത്തേണ്ടതുണ്ട്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, യുദ്ധം തുടങ്ങി എന്ന് നമുക്ക് പറയാനാകുമോ? യുദ്ധ സമാനമായ സാഹചര്യത്തിൽ നിന്നും കൃത്യമായ അർത്ഥത്തിൽ ഒരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഇപ്പോൾ ഈ ഒരു കാര്യം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കടിഞ്ഞാൺ ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിലാണ് എന്ന് ഇറാൻ ആരോപിക്കുന്നു. കാരണം വൺ ഫോൺ കോൾ ക്യാൻ റിയലി ബ്രിങ് അബൌട്ട് എ പാരഡൈം ഷിഫ്റ്റ്. ഈ രീതിയിലാണ് ഇറാൻ സംസാരിക്കുന്നത്. അതിൽ കുറേയൊക്കെ സത്യമുണ്ട് താനും. യഥാർത്ഥത്തിൽ അമേരിക്കയുമായി നടന്ന ആണവ ചർച്ചകൾ വലിയ രീതിയിൽ പ്രതീക്ഷ ഉയർത്തിയെങ്കിലും 5 റൗണ്ടിന് ശേഷം 6ാം റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി സൂചിപ്പിക്കാൻ സാധിക്കുന്നത് ഒരു ഫിയർ സൈക്കോസിസ്, അത് ഇസ്രയേലിനുള്ളിൽ വലിയ രീതിയിലുള്ള അരക്ഷിത ബോധമുണ്ട്. കാരണം ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇറാൻ ആണവരാജ്യമായി മാറിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന ഒരു ബോധം. അപ്പോൾ അത് ഓരോ കൊച്ചുകുട്ടിയുടെയും, ഇസ്രയേലിൻ്റെ ഓരോ കൊച്ചുകുട്ടിയുടെയും DNA-യിൽ തന്നെ ഉള്ള ആ ഒരു ഭയാശങ്കയാണ്. അപ്പം അതുകൊണ്ട് ഇസ്രയേലിന് മറ്റൊന്നും നോക്കേണ്ടതില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ച നീട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇറാൻ വിൽ ബി ബൈയിങ് ടൈം. അതായത് ഈ സമയം നീട്ടിവെച്ചുകൊണ്ട് പൂർണ്ണമായി ഏതാണ്ട് 60% എത്തി നിൽക്കുന്ന യുറേനിയം സമ്പുഷ്ടീകരണ ആ ഒരു കപ്പാസിറ്റി 90% എത്തുകയും ഏതാണ്ട് 400 കിലോഗ്രാംസോളം ആണവ ഫിസൈൽ മെറ്റീരിയൽ, സമ്പുഷ്ട യുറേനിയം ഇറാൻ്റെ കൈവശമുള്ളത് ബോംബുകളായി പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കൈവശം ഇപ്പോൾ തന്നെയുള്ള ആധുനിക പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിനെ നൊടിയിടയിൽ അവസാനിപ്പിക്കാൻ കഴിയും. ഒരു സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഒരുപക്ഷെ ഇസ്രായേൽ ഉണ്ടാവില്ല എന്ന നിഗമനത്തിൽ നിന്നുകൊണ്ടാണ് ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്കിലേക്ക് നീങ്ങിയത്. അപ്പോൾ ആ ഒരു സ്ട്രൈക്ക് ആൻഡ് കൗണ്ടർ സ്ട്രൈക്ക് മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഒരു സമാധാനം അകലെയോ എന്നതാണ് പ്രധാന പരിഗണന എങ്കിൽ ഇവിടെ 3 നിർദ്ദേശങ്ങളാണ് വന്നത്. ഒന്ന്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാനഡയിലെ ആൽബർട്ടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന G20 ഉച്ചകോടിയിൽ ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസൽ വരികയാണ്, ഇമ്മീഡിയറ്റ് സീസ് ഫയർ. നമുക്കറിയാമല്ലോ, G7 വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. പ്രധാന രാജ്യമായ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും കാനഡയും ജപ്പാനും എല്ലാം ചേരുന്ന 7 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യ ഉൾപ്പെടെ ക്ഷണിതാവാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ആൽബർട്ടയിൽ ഉണ്ട്. ആ രീതിയിൽ ആൽബർട്ടയിൽ വെച്ച് നടന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് നയരേഖ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ഇറാനോടും ഇസ്രായേലിനോടും ആവശ്യപ്പെടുന്ന നയരേഖയിൽ ഒപ്പുചാർത്താൻ ഡൊണാൾഡ് ട്രംപ് വിസമ്മതിച്ചിരിക്കുന്നു. അതിനർത്ഥം ലെറ്റ് ദി വാർ കണ്ടിന്യൂ, ഇറ്റ് ഈസ് നോട്ട് യെറ്റ് ടൈം ടു സ്റ്റോപ്പ് ഇറ്റ്. ആ രീതിയിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നതിൻ്റെ അർത്ഥം ട്രംപിൻ്റെ തീർച്ചയായും താല്പര്യമുണ്ട്. ഇറാന് ഒരു പാഠം പഠിപ്പിക്കണം എങ്കിൽ ഇറാൻ്റെ പ്രഹരശേഷി, ഇറാൻ്റെ സമ്പുഷ്ടീകരണ കപ്പാസിറ്റി കുറച്ചു കൊണ്ടുവരണം. ദെൻ മേക്ക് ഇറാൻ സിറ്റ് ഓൺ ദ നെഗോഷിയേറ്റിംഗ് ടേബിൾ. അതാണ് ഇറാനെ ചർച്ചാ മേശയിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് പറയുന്ന ഇടത്ത് ഒപ്പിടിപ്പിക്കണം എങ്കിൽ യഥാർത്ഥത്തിൽ ഇറാൻ്റെ ശക്തി ക്ഷയിച്ചെങ്കിലേ പറ്റൂ. അത് ഇസ്രായേൽ ഇപ്പോൾ തുടരുന്ന അറ്റാക്ക് കൊണ്ട് സാധിക്കും എന്ന രീതിയിലുള്ള കണക്കുകൂട്ടലാണ്. അതുകൊണ്ടാണ് ആണവ ചർച്ചകൾ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല. ചർച്ചകൾക്ക് ഞങ്ങൾ വില്ലിംഗ് ആണ്, പക്ഷേ ഇറാൻ കടുംപിടുത്തം അവസാനിപ്പിക്കണം. ഇറാൻ്റെ ഭാഗത്ത് 2 കടുംപിടുത്തങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഞങ്ങൾ ആണവ സമ്പുഷ്ടീകരണം തുടരും. അത് ഒരു രീതിയിലുള്ള ഒരു പ്രലോഭനങ്ങൾക്കോ പ്രകോപനങ്ങൾക്കോ ഒന്നും തന്നെ വഴങ്ങാതെ, വശംവദരാകാതെ ഞങ്ങൾ ആണവ സമ്പുഷ്ടീകരണം തുടരും. അത് ഞങ്ങൾ ഊർജ്ജ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. ഇത് ശുദ്ധ അസംബന്ധമായി ഇറാനെ എതിർക്കുന്ന കക്ഷികൾ, പ്രത്യേകിച്ച് ഇസ്രായേലും ഒരുപക്ഷെ അമേരിക്കയും യൂറോപ്യൻ സമൂഹവും എല്ലാം തന്നെ ആ ഒരു ചട്ടക്കൂട് നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത്. കാരണം വൈദ്യുതി ഇറാൻ ആവശ്യമില്ല. കാരണം തെർമൽ പവർ തീർച്ചയായും ലഭിക്കും. വളരെയധികം ഹൈഡ്രോ കാർബൺ റിസർവ് ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട്
വൈദ്യുതി ഉൽപ്പാദനം ഊർജ ഉപാധി എന്ന നിലയിൽ ആണവ സമ്പുഷ്ടീകരണത്തെ കാണാനാവില്ല. അത് മാത്രമല്ല, കേവലം 3.4% സമ്പുഷ്ടീകരണം മാത്രമേ ആവശ്യമുള്ളൂ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ. പക്ഷേ 60% എന്നത് വെപ്പൺ ഗ്രേഡിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. കഴിഞ്ഞ ആഴ്ച 5 ദിവസം യുദ്ധം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം 5 ദിവസം മുമ്പ്, ഏതാണ്ട് 100-ൽ പരം മണിക്കൂറുകൾക്ക് മുമ്പ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി IAEA വ്യക്തമായ ഒരു നിഗമനം വരികയാണ്. ഇറാൻ ഏതാണ്ട് ത്രഷോൾഡ് ലിമിറ്റിൽ ഉമ്മറപ്പടിയിൽ എത്തി നിൽക്കുകയാണ് ആണവായുധ നിർമ്മാണത്തിൻ്റെ. ഏത് നിമിഷവും അവർ ആണവായുധങ്ങൾ നിർമ്മിക്കാം. അതിനുള്ള സമ്പുഷ്ട യുറേനിയം അവരുടെ കൈവശമുണ്ട്. ഒരു പ്രോട്ടോക്കോളിനും ഇറാൻ ഇപ്പോൾ വഴങ്ങുന്നില്ല. നോക്കൂ, NPT നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി 70കളിൽ നിലവിൽ വന്ന NPTയിലെ സിഗ്നറ്ററിയാണ് ഇറാൻ എന്നോർക്കണം. ആ ഒരു ഒബ്ലിഗേഷൻ ഇറാൻ പാലിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്കിനി കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്ന രീതിയിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പ്രഖ്യാപനം നടത്തിയത് മുതലെടുത്തുകൊണ്ട് കൂടിയാണ് ഇസ്രയേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. അതിനർത്ഥം ഇപ്പോൾ വേൾഡ് ഈസ് റാദർ ഈ ഗ്രൂപ്പിംഗ് എഗൻസ്റ്റ് ഇറാൻ ഇൻ എ ലാർജ് വേ. കാരണം ഇറാൻ അനുകൂലമായി അധിക സ്വരങ്ങൾ ഉയരുന്നില്ല എന്നത് പ്രത്യേക ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം വരെ ഇസ്രയേലിനെ കഠിനമായി വിമർശിച്ചിരുന്ന ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ, അതായത് യൂറോപ്യൻ സമൂഹത്തിലെ പ്രധാന രാജ്യങ്ങൾ ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ നിലപാട് മയപ്പെടുത്തിയിരിക്കുന്നു. ഇറാൻ്റെ ആണവ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കണം എന്ന രീതിയിലുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആൽബർട്ട ഉച്ചകോടി നിർത്തിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഡൊണാൾഡ് ട്രംപ് ആ ഉച്ചകോടിയുടെ മധ്യത്തിൽ വെച്ച് പിൻവാങ്ങി വാഷിങ്ടണിലെ വാർ റൂമിലെത്തിയിരിക്കുന്നു. ഞാൻ വാർ റൂം എന്ന് തന്നെയാണ് സൂചിപ്പിച്ചത്. കാരണം ഒരു യുദ്ധമുറി സജ്ജമായിരിക്കുന്നു. സ്ട്രാറ്റജിക് ഓപ്പറേഷൻസ്, അമേരിക്കൻ സൈന്യം ഇപ്പോൾ 50,000-ൽ പരം അമേരിക്കൻ ട്രൂപ്സ് വിവിധ ഭാഗങ്ങളിൽ, വെസ്റ്റ് ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ, പലരും സിറിയയിലാണ്, കുറച്ച് പേരെങ്കിലും ഇറാഖിലുണ്ട്. ഇത് രണ്ടും അയൽ രാജ്യങ്ങളാണ്, ഇറാൻ്റെ അയൽ രാജ്യങ്ങളാണ്. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ആകമാനം സൗദി അറേബ്യയിലും UAE-യിലും ഒമാനിലും ഖത്തറിലും എല്ലാം തന്നെ അമേരിക്കൻ നാവിക അല്ലെങ്കിൽ സൈനിക സാന്നിധ്യമുണ്ട്. കൂടുതൽ കപ്പലുകൾ ആ മേഖലയിലേക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന USS കാൾസൺ ആ മേഖലയിലുണ്ട്. പേർഷ്യൻ ഗൾഫ് മേഖലയിലുണ്ട്. മറ്റൊരു കപ്പൽ, ഒരു വിമാനവാഹിനി കപ്പൽ. ഈ വിമാനവാഹിനി കപ്പലൊക്കെ അങ്ങോട്ട് പോകണം. 2 പടുകൂറ്റൻ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ ആ പ്രദേശത്തേക്ക് പോകണമെങ്കിൽ തീർച്ചയായും അമേരിക്ക ഒരു യുദ്ധം മുന്നിൽ കാണുന്നു. അമേരിക്ക ഇടപെടുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. വേണ്ടി വന്നാൽ ഞങ്ങൾ ഇടപെടാൻ മടിക്കില്ല എന്നതിൻ്റെ സൂചനയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ രാത്രിയിൽ ആ പ്രഖ്യാപനവും വരികയാണ്. ഇസ്രായേലിനെ എക്കാലത്ത് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്, ഒരിക്കൽ കൂടി സഹായിക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്ന പ്രഖ്യാപനമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ളത്. അതുകൊണ്ട് അമേരിക്കൻ സൈനിക യൂണിറ്റുകൾ, വിവിധ സൈനിക യൂണിറ്റുകൾ 8-9 രാജ്യങ്ങളിലാണ് അമേരിക്കൻ സേനാ വിന്യാസമുള്ളത്. അത് കുറച്ചുകൂടി റീവാമ്പ് ചെയ്യുകയും അതൊരു ആക്രമണ സജ്ജമായി വരികയും ചെയ്യുമ്പോൾ ആത്യന്തികമായി ഇസ്രയേലിനെ ഭയപ്പെടേണ്ടതില്ല എന്ന ഒരു നിഗമനത്തിലാണ് എത്തിച്ചേരാൻ കഴിയുന്നത്. അതേസമയം മറുപക്ഷത്ത് ഇറാൻ്റെ കാര്യം അങ്ങനെയല്ല. ഇറാൻ ഈസ് വെരി മച്ച് വൾണറബിൾ. ഏത് നിമിഷവും ഇറാൻ വലിയ രാജ്യമാണ്. ഇസ്രായേലിന് 60-70 ഇരട്ടി ഭൂമിയുണ്ട്, 10 ഇരട്ടിയിലധികം ജനസംഖ്യയുള്ള രാജ്യമാണ്. ഇസ്രായേലിന് കേവലം 94 ലക്ഷം, 1 കോടിയിൽ താഴെ ജനസംഖ്യ മാത്രമാണുള്ളത്. കേരളത്തിൻ്റെ പകുതി പോലും വലിപ്പമുള്ള ടെറിട്ടറി അല്ല. കേവലം 22,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് മാത്രമുള്ള ഇസ്രായേൽ എവിടെ കിടക്കുന്നു. 6-7 ലക്ഷം സ്ക്വയർ കിലോമീറ്റേഴ്സുള്ള ഇറാൻ എവിടെ നിൽക്കുന്നു. ആ ഒരു സൈസിൻ്റെ സൈന്യത്തിൻ്റെ വലിപ്പം ഇതെല്ലാം തന്നെ ഇറാൻ അനുകൂലമായി തോന്നുകയാണെങ്കിലും നിലവിൽ ഇറാൻ ഇസ്രായേൽ പോരാട്ടം ആകാശങ്ങളിൽ നിന്നുകൊണ്ട് നയിക്കപ്പെടുന്നു. ഹൂവർ കൺട്രോൾ ദ സ്കൈ വിൽ അൾട്ടിമേറ്റ്ലി കം അപ്പ് ഓൺ ദ വിക്ടറി പോഡിയം എന്ന രീതിയിലാണ് കാര്യങ്ങൾ. ഇവിടെ ആകാശം ഇപ്പോൾ കൂടുതലും നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ് എന്ന നിഗമനത്തിലാണ് പൊതുവേ എല്ലാവരും എത്തുന്നത്. ഏതാണ്ടൊരു കോറിഡോർ തന്നെ തുറന്നു കഴിഞ്ഞു. ഇസ്രായേലിനും ടെഹ്റാനും ടെൽ-അവീവിനും മധ്യേ ഒരു എയർ കോറിഡോറിൻ്റെ പൂർണ്ണ നിയന്ത്രണം മറ്റ് രാജ്യങ്ങളുടെ മുകളിലൂടെ പറന്നുകൊണ്ട് ഇസ്രായേലി എയർക്രാഫ്റ്റുകൾ ബോംബ് വർഷം വിശദമായി നടത്തുന്നു. അതേസമയം ഇറാനിൻ്റെ എയർക്രാഫ്റ്റുകൾ ഇറാൻ്റെ എയർക്രാഫ്റ്റുകൾ കാര്യമായി ഉപയോഗിക്കപ്പെട്ടതായി സൂചനയില്ല. പൂർണ്ണമായും ഏതാണ്ട് മിസൈൽ അധിഷ്ഠിത ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ 12 മിനിറ്റ് കൊണ്ട്, കേവലം 12 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാവുന്ന ഒരു ദൂരമാണ്. 1200 കിലോമീറ്റർ മുതൽ 1500 കിലോമീറ്റർ വരെയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള എയർ ഡിസ്റ്റൻസ് വിവിധ ഭാഗങ്ങളിലുള്ള ബോംബിന്. അത് വളരെ കുറച്ച് സമയം കൊണ്ട് എത്തിച്ചേരാവുന്ന
മിസൈൽ സംവിധാനങ്ങളുണ്ട്. ഡ്രോണുകൾ മണിക്കൂറുകൾ നീണ്ട യാത്രയിലാണ് ഡ്രോണുകൾ എത്തിച്ചേരുക. അത് തീർച്ചയായും നമുക്ക് വിശദമായി നോക്കാം ഡോക്ടർ മോഹൻ വർഗീസ്. കാരണം ഒരു യുദ്ധം വരുമ്പോഴാണല്ലോ നമുക്കറിയാം ഓരോ രാജ്യത്തിൻ്റെയും പക്കൽ എത്ര സൈനികരുണ്ട്, എന്തൊക്കെ ആയുധങ്ങളുണ്ട്, എന്തൊക്കെ സന്നാഹങ്ങളുണ്ടെന്ന് വ്യക്തമാക്കുക. നമുക്കത് രണ്ട് രാജ്യങ്ങളുടെയും വിശദമായി ഒന്ന് പരിശോധിക്കാം. ഈ ഒരു സാഹചര്യത്തിൽ അത് വളരെ നിർണായകവുമാണ്. ഒപ്പം ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ഇരു രാജ്യങ്ങൾക്കും സഹായം ലഭിക്കുന്നുണ്ടെന്നുള്ളതും പ്രധാനമാണ്.